സംസ്ഥാനത്തിലെ BJP-യുടെ ഫണ്ട് തട്ടിപ്പ് ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് വായിച്ചു നോക്കിയപ്പോൾ ഓരോ ജില്ലയിലും ഇപ്പൊ ന്യൂസ് വന്നത് കണ്ടപ്പോൾ ഓരോ ജില്ലയിലും മത്സരിച്ചാണ് ക്രമക്കേട് അല്ലെങ്കിൽ ഫണ്ട് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അതും സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനോട് അടുപ്പമുള്ളവരല്ല, രാജീവ് ചന്ദ്രശേഖരനുമായിട്ട് അടുപ്പമുള്ളവർക്ക് വരെ ഈ ഫണ്ട് തട്ടിപ്പിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ശരിക്കും BJP-ക്കാർക്കാണ് ഈ ഇലക്ഷൻ കൊണ്ടൊരു ഉപകാരം ഉണ്ടായതല്ലേ? അതെ, ഈ മണി ഹീസ്റ്റ് എന്ന് പറയുന്ന ഒരു സീരീസ് കണ്ടിട്ടുണ്ടോ? അതെ. അപ്പോൾ അതില് ഒരു സംഘം ഇതുപോലെ ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു ബാങ്ക് റോബർ ചെയ്യുന്നു, എന്നിട്ട് അവർ കൂട്ടായിട്ട് പണമെല്ലാം പിരിച്ചെടുക്കുന്നു, അതിൻ്റെ ഇടക്ക് സംഭവങ്ങളൊക്കെ. അതാണ് ആ ഒരു സീരീസിന്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട അതായത് ഉന്നത പദവിയിലുള്ള ഏതാനും നേതാക്കളാണ് ഇതുപോലെ കള്ളക്കണക്കുകൾ എഴുതിയും ആവശ്യമില്ലാത്ത ചെലവുകൾ ഉൾക്കൊള്ളിച്ചും കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തിരിക്കുന്നത്. ഇത് ഒരു ജില്ലയിലാണെങ്കിൽ ഒരു പരിധിവരെ കുഴപ്പമില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ഒരിക്കലും അനുവദിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ ഇതിപ്പോ തിരുവനന്തപുരത്തിന് പുറമെ എറണാകുളത്ത് വരുന്നു, കോഴിക്കോട് വരുന്നു, ഇനി നാളെ വേറെ ഏതെങ്കിലും ജില്ലയിലായിരിക്കാം. ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് ഒരുപാട് താര സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിയത് നമ്മൾ കണ്ടിരുന്നു. അതായത് 2020 നിന്നുള്ള അഖിൽമാരാറാവട്ടെ, അല്ലെങ്കിൽ അഞ്ജലി, അതുപോലുള്ള ഒരുപാട് സ്റ്റാറുകൾ ഉണ്ടായിരുന്നു. റോബിൻ രാധാകൃഷ്ണൻ, അതുപോലുള്ള കുറെ സ്റ്റാറുകൾ ഉണ്ടായിരുന്നു. അവരെ എല്ലാം ഈ ഒരു ഇത്ര രൂപ കൊടുത്താണ് അവിടെ ആ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഇവർ വിചാരിച്ചു, അതായത് ഇത്ര കോടി രൂപ ചിലവഴിക്കുന്നതല്ലേ, വലിയ ക്യാമ്പയിനൊക്കെ നടത്തുന്നതല്ലേ, ഏകദേശം ജയിച്ചില്ലെങ്കിലോ 1-2 സ്ഥാനമെങ്കിലും കിട്ടുമായിരിക്കും. പക്ഷെ വെച്ച് നോക്കിയപ്പോൾ 140 മണ്ഡലത്തിൽ ആകെ ഇവർക്ക് കിട്ടിയത് 3 സീറ്റുകൾ മാത്രമാണ്. അപ്പോൾ ചിലയിടങ്ങളിൽ കെട്ടിവെച്ച കാശ് പോലും ലഭിക്കാത്ത സ്ഥാനാർത്ഥികളുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ തട്ടിപ്പുകൾ പല വിധത്തിലാണ്. ഇപ്പോൾ ഫണ്ട് തട്ടിപ്പ് എന്ന് പറയുന്നു, തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി വരുന്ന ദേശീയ നേതാക്കളുണ്ടല്ലോ, ആ നേതാക്കൾക്ക് വേണ്ടിയുള്ള ആഡംബര ഹോട്ടലുകളിൽ റൂം എടുക്കുന്നതിൻ്റെ ചിലവുകൾ അത് കുറച്ചധികം 2-3 മടങ്ങ് എഴുതി ചേർക്കുന്നു. അവരുടെ വാഹന ചിലവ്, കൂടാതെ കൊടിതോരണം, ഫ്ലെക്സ്, ബാനർ, അങ്ങനെ വേണ്ട എന്തിലൊക്കെ ഈ കൈയിട്ട് വാരാമോ അതെല്ലാം ഇവർ കൈയിട്ട് വാരിയിട്ടുണ്ട്. എന്നിട്ടും അതായത് ദേശീയ പാർട്ടി എന്നുള്ള രീതിയിലുള്ള ഒരു നെഞ്ചുവിരിച്ചുള്ള നടക്കുന്ന നേതാക്കളെയാണ് നമ്മളിപ്പോ കാണുന്നത്. വല്ലാത്തൊരു അടിച്ചുമാറ്റലായി പോയി. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ബിസിനസ് ടാക്കൂൺ എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ കീഴിലുള്ളവരാണ് അല്ലെ ദേശീയ അധ്യക്ഷൻ. BJP-ക്ക് വേണ്ടി വാതോരാതെ സംസാരിക്കുകയും എന്തെങ്കിലും അനീതി വന്നാൽ എല്ലാം സംസാരിക്കുകയും ചെയ്യുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ കീഴിലുള്ളവർ പോലും ഇതിന് മുന്നിലുണ്ടെന്നാണ് ഇപ്പൊ അറിയാൻ പറ്റുന്നത്. ഇപ്പൊ ഒരു പ്രളയം തന്നെയാണ് എന്ന് വെച്ചാൽ ഏത് വശത്തിലും മുമ്പ് പറഞ്ഞതുപോലെ ഫ്ലെക്സ് ആണെങ്കിൽ കൊടിയാണെങ്കിലും എന്തൊക്കെ തിരഞ്ഞെടുപ്പിലൂടെ എങ്ങനെയൊക്കെ നേടാവോ അതെല്ലാം നേടിയിട്ടുണ്ട്. അതുപോലെ പറയുന്നുണ്ട്, ഒരുപാട് നേതാക്കന്മാരുടെ ഇത് കടം ഉണ്ടായിരുന്നതല്ല അവരുടെയൊക്കെ തീർന്നു, പുതിയ കാറ് ഓർഡർ ചെയ്തു, പിന്നെ വേറെ പല ചിലവുകളും ഈ ഒരു എമൗണ്ടിൽ നിന്ന് തന്നെ കിട്ടി. നല്ലൊരു ചാകരയാണ് എന്തായാലും തിരഞ്ഞെടുപ്പിൽ നിന്ന് കിട്ടിയത്. ഒരു വർഷത്തിലെ അല്ലെങ്കിൽ 1.5 വർഷത്തോളമായിട്ട് കാണും ഇതുപോലെ രാജീവ് ചന്ദ്രശേഖരന് ഒരു സംസ്ഥാന പ്രസിഡന്റായി വന്നിട്ട്. അപ്പോ നൂലിൽ ഇറക്കിയ സംസ്ഥാന പ്രസിഡന്റ് എന്നായിരുന്നു തുടക്കം മുതലേ ഉള്ള ഒരു ആക്ഷേപം. ഇപ്പോഴും അത് തന്നെയാണ്. അതുപോലെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു നേതാവിന്റെ കീഴിൽ, അല്ലെങ്കിൽ നേതാവ് അറിയാതെയാണ് ഇതുപോലെ അടിച്ചുമാറ്റലെല്ലാം നടക്കുന്നത്. ഇപ്പോൾ ഇതിനു മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ 2 ഇടങ്ങളിൽ മത്സരിച്ചിരുന്നു. അവിടുന്ന് ഈ ഹെലികോപ്റ്റർ വഴി കുഴൽപ്പണവും കാര്യങ്ങളും എല്ലാം കടത്തിയത് അത് BJP-ക്ക് വലിയൊരു ക്ഷീണമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇതുപോലത്തെ ഒരു വലിയൊരു മാരണം തന്നെ ഈ BJP-യുടെ തലയിൽ വന്ന് കയറിയിരിക്കുന്നത്. ഇപ്പോൾ ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി ഹെലികോപ്റ്റർ ഇറക്കുന്നു, ക്രെയിനുകൾ ഇറക്കുന്നു, അതുപോലെ വലിയ ആൾക്കാരെ, ദേശീയ നേതാക്കളെ കൊണ്ടുവന്ന് വലിയ പ്രചാരണത്തിനൊക്കെ ഇറക്കുന്നു. ഇതിൽ നിന്നെല്ലാം എങ്ങനെയെല്ലാം അടിച്ചു മാറ്റാമോ ആ രീതിയിലുള്ള എമൗണ്ട് എല്ലാം അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതായത് 3 ലക്ഷത്തോളം രൂപയാണ് ഹെലികോപ്റ്ററിന് വാടകയായി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു 2 ഹെലികോപ്റ്റർ എടുത്തതിന് ചോദ്യം വന്നതിനെ തുടർന്ന് ഒരു ഹെലികോപ്റ്റർ നേരെ തമിഴ്നാട് BJP-ക്ക് കൈമാറി. അപ്പോൾ അതിന്റെ പേരിലും കമ്മീഷൻ പറ്റിയിട്ടുണ്ടെന്നാണ് കേൾവി. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ അതായത് കേന്ദ്ര BJP എന്ന് പറഞ്ഞാൽ മൂക്കത്ത് വിരൽ വെച്ച് ഇരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ ചെറിയൊരു വിജയം, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വലിയ കോർപ്പറേഷൻ പിടിച്ചതിന്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ഇത്രയേറെ
കോടികൾ മുടക്കി അല്ലെങ്കിൽ കേരളത്തിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്ത്, പക്ഷെ ആ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ആ ഭൂരിഭാഗവും ഈ BJP സംസ്ഥാന നേതാക്കൾ തന്നെ അടിച്ചു മാറ്റിക്കൊണ്ടു പോയതിലെ വലിയൊരു ഷോക്കിലാണ് ദേശീയ നേതൃത്വം. ഇപ്പം ഞാൻ ഈ ഒരു ന്യൂസ് വന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കമന്റ് കണ്ടിരുന്നു, കേരളത്തിൽ ഈ അവസ്ഥയാണെങ്കിൽ അപ്പൊ ഇന്ത്യയിൽ നിന്ന് ഈ നേതാക്കൾ എത്രമാത്രം ഊറ്റിയിട്ടുണ്ടാകും, എത്രമാത്രം എടുത്തിട്ടുണ്ടാകും എന്നുള്ള ഒരു കാര്യം ശരിക്കും ആലോചിക്കുക. ശരി, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് BJP നേതാക്കളെ, BJP ആണ് ഓരോ സംസ്ഥാനത്തിലും കൂടുതലായിട്ടുള്ളത്, കുറച്ചിടത്തല്ലേ ഉള്ളൂ മറ്റ് പാർട്ടിക്കാരുള്ളത്. അപ്പൊ ഇതുപോലെ ഈ ഇപ്പൊ കേരളത്തിൽ മാത്രമായിരിക്കത്തില്ല, ഇനി നോക്കിക്കഴിഞ്ഞാൽ നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ എത്ര കോടി അല്ലെ കോടിക്ക് തന്നെ ഒരു വിലയില്ലാത്തത് പോലെ ഒരു കുറേ രൂപ എന്തായാലും ഇതിലൂടെ വക മാറ്റിയിട്ടുണ്ടായിരിക്കും എന്തായാലും. അത് മാത്രമല്ല, ഇപ്പൊ ഇന്നലെ അയോധ്യയിലെ ഒരു പുരോഹിതന്റെ, അതായത് ഒരു സ്വാമിയുടെ ഭീഷണി അതിനെ ശ്രദ്ധിച്ചിരുന്നു. അതായത് മൂന്നാമത് വിവാഹം കഴിച്ച ആമിർ ഖാനെ വധിക്കുന്നവർക്ക് 5 കോടി രൂപയും ഇതുപോലെ അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ നിയമസഭ സഹായവും ഈ ഒരു സംഘടന ചെയ്തു കൊടുക്കും. അപ്പോൾ ഇതുപോലെ മുട്ടിന് ഇവർ ഓരോ ഇനാം പ്രഖ്യാപിക്കുകയാണ്, ഓരോ പാരിതോഷികങ്ങളായിട്ട് പ്രഖ്യാപനം നടത്തണം. ഇതൊക്കെ നടത്താൻ വേണ്ടി ഇവരുടെ കയ്യിൽ എവിടെ നിന്നാണ് ഇത്ര പണം എന്ന് ശരിക്കും ആലോചിക്കേണ്ടതല്ലേ. ഇപ്പോൾ ഇതിനു മുമ്പ് ഒരു കത്തിക്കയറിയ ഒരു സംഭവം ഉണ്ടായിരുന്നു, അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവന കൊള്ള. എത്ര കോടി രൂപയുടെ മുതലുകളാണ് പോയതെന്ന് ഇതുവരെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പുറത്തു വരുന്ന ഒരു പക്ഷേ അതിന്റെ 4/1 തുകയാണെങ്കിലും എത്ര കോടി രൂപയായിരിക്കും ഇതുപോലെ വലിയ വലിയ നേതാക്കൾ ഈ ഒരു അടിച്ചു മാറ്റിയുള്ളത്. ആ ഒരു കൊള്ളയിൽ ഉൾപ്പെട്ട ഒരു നേതാവിന് ഒരു 2 നില വീട് അത് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് കഴിഞ്ഞ നമുക്ക് വിവരങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരുന്നതാണല്ലോ. അപ്പോൾ അതേ സമാനമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് BJPക്ക് വന്ന ആ ഒരു 500 കോടി രൂപയാണ്. ആ 500 കോടി രൂപയിൽ നിന്ന് ഓരോ ജില്ലകളിലേക്കും ഓരോ പ്രധാനപ്പെട്ട നേതാക്കൾ അവർക്ക് വേണ്ടി ഓരോ ക്രമക്കേടുകൾ വരുത്തി എഴുതി അവരുടെ പേരിലേക്കാക്കിയത്. കേരളത്തിലേക്ക് 500 കോടി എന്ന് പറയുന്നത് ഏകദേശം ശരിയായ കണക്കാണോ എന്ന് തന്നെ തിട്ടപ്പെടുത്താറായിട്ടില്ല. ഇനി അതിലും കൂടുതലായിട്ട് ബ്ലാക്ക് മണി പോലുള്ള എന്തെങ്കിലും വഴി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിലും കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു തട്ടിപ്പിന്റെ വ്യാപ്തി വലുതാവാനും അതുവഴി ഇവർ എന്തുമാത്രം ചെയ്തു കൂട്ടിയത് എന്ന് ഭാവിയിൽ അറിയാനും സാധിക്കും. അപ്പം നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ ഇത് റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ട് LDFന് 35, UDFന് 100-ൽ മുകളിൽ സീറ്റ് നമ്മൾ കണ്ട്. BJPക്ക് 3 സീറ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചു BJP ഇത്രയും രൂപ അല്ലെങ്കിൽ ഇത്രയും രാഷ്ട്രീയക്കാരെ സിനിമാക്കാരെയൊക്കെ ഇറക്കിയിട്ടും ജയിക്കാൻ പറ്റിയില്ലല്ലോ, അവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായതെന്നൊക്കെയായിരുന്നു അന്ന് ചിന്തിച്ചിരുന്നത്. പക്ഷെ LDFോ UDFിലോ നേതാക്കന്മാരൊന്നും നേടാത്തതിന്റെ അധികം ഈ BJPയിലെ നേതാക്കൾക്ക് എന്തായാലും നേടാൻ സാധിച്ചിട്ടുണ്ട്. അതെ, വോട്ട് ലഭിച്ചില്ലെങ്കിലും നോട്ട് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ 2020 എന്ന് പറയുന്ന ആ ഒരു കോർപ്പറേറ്റ് മുതലാളിയുടെ ഒരു പാർട്ടി ഉണ്ടല്ലോ, സാബു ജേക്കബിന്റെ ആ ഒരു പാർട്ടി ഉണ്ടല്ലോ, ആ ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിയിലേക്ക് വന്ന് ചേരാൻ വേണ്ടി ഈ സ്ഥാനാർത്ഥികളെ പർച്ചേസ് ചെയ്യാനും അതുകൂടാതെ മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവരെ പർച്ചേസ് ചെയ്യാനും നല്ല രീതിയിലൊരു തുക മുടക്കിയിട്ടുണ്ട്. അത് ഇപ്പോൾ മുതലല്ല, ഇതിനു മുമ്പുള്ള ഇലക്ഷനിലും ഇതുപോലെ കോടിക്കണക്കിന് രൂപ വീശിയെറിഞ്ഞാണ് ഈ ഒരു ഓരോ കാൻഡിഡേറ്റിനെ ഹൈജാക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓരോ പ്രധാനപ്പെട്ട നേതാക്കളെ, അതായത് ജില്ലാതലത്തിൽ നിന്നുള്ള നേതാക്കളെ തന്നെയാണ് ഈ ഒരു BJPയിലേക്ക് ഇവർ അടുപ്പിക്കുന്നത്. മോഹന വാഗ്ദാനവും അല്ലെങ്കിൽ വലിയൊരു പദവിയും കൂടെ ഒരുപാട് തുകയും കയ്യിൽ കൊടുത്താൽ പിന്നെ വരാത്ത ആൾക്കാരുണ്ടോ? ഇപ്പൊ നമ്മളോട് തന്നെ പറയുകയാണ് ഇത്ര ലക്ഷം രൂപ തരും, BJPയിലേക്ക് ഒരു പ്രവർത്തിക്കൊന്നും വേണ്ട, അവിടെ തന്നെ ഇരുന്നാൽ മതി. ശരി, ആയിക്കോട്ടെ, എന്തുവാന്ന് പറഞ്ഞു പോയങ്ങ് പ്രവർത്തിക്കും. അല്ലാതെ BJPയുടെ ആദർശവും ദേശീയതയും കാര്യങ്ങളൊന്നും കണ്ടല്ല, വെറും ഈ ഒരു നോട്ട് കെട്ട് കണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ BJPയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടുകളിലെ ട്യൂബിലേക്ക് ഈ ഈയാമ്പാറ്റകൾ വന്ന് കയറില്ലേ, ആ ഒരു വെളിച്ചം കണ്ടാണ് ഈയാമ്പാറ്റകൾ വന്ന് കയറുന്നത്. ആ ഒരു വെളിച്ചം കിട്ടു കഴിയുമ്പോൾ ഈയാമ്പാറ്റകളെല്ലാം ചിറകൊടിഞ്ഞ് നേരെ ആ തറയിലേക്ക് വന്ന് വീഴും എന്ന അവസ്ഥയാണ് ഇപ്പോൾ BJPയുടെ കൂടെ സഖ്യം പിടിച്ച 2020 പാർട്ടിയുടെയും അവസ്ഥ.